ഇന്ന് നമ്മളിൽ പലരും മൾട്ടി വിറ്റമിൻസ് കഴിക്കാറുണ്ട്. പക്ഷേ അതിന്റെ ശരിയായ ഉപയോഗത്തെക്കുറിച്ച് ആരും അധികം ആലോചിക്കുന്നില്ല. എന്നാൽ മൾട്ടി വൈറ്റമിൻസ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ജിബിന നൈഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, വെളിത്ത് ഹോമിയോപ്പതി ക്ലിനിക്സ്. ഫസ്റ്റ് വൺ, എല്ലാ മൾട്ടി വൈറ്റമിൻസും ഒരേപോലെയാണോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്. വിപണിയിൽ വ്യത്യസ്തമായ ബ്രാൻഡുകളുടെയും വിഭവങ്ങളുടെയും മൾട്ടി വൈറ്റമിൻസ് ഇന്ന് ലഭ്യമാണ്. ചിലത് പൊതുവായ പോഷകങ്ങളെ ലക്ഷ്യമിടുമ്പോൾ മറ്റുള്ളവ പ്രത്യേകം ആവശ്യങ്ങളെ നിറവേറ്റാനായി ഉദ്ദേശിച്ചുള്ളവയാണ്. ഉദാഹരണം, ഗർഭിണികൾക്കുള്ള മൾട്ടി വൈറ്റമിനുകൾ, മുതിർന്നവർക്കുള്ള മൾട്ടി വൈറ്റമിനുകൾ, കുട്ടികൾക്കുള്ള പോഷക സമൃദ്ധമായ മൾട്ടി വൈറ്റമിനുകൾ. അതിനാൽ നിങ്ങളുടെ ആരോഗ്യാവസ്ഥ, പ്രായം, ജീവിതശൈലി എന്നിവയെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ളവ അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക. കൂടാതെ ലേബൽ പരിശോധിക്കുക. ബ്രാൻഡ് വിശ്വസനീയമാണോ എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2, മൾട്ടി വിറ്റാമിനുകൾ കഴിക്കുന്നത് ശരിയാണോ? നിങ്ങൾ നല്ലതായ പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ മൾട്ടി വിറ്റാമിനുകൾ കഴിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഇത് ഗുണകരമായേക്കാം. ഉദാഹരണം, വൈറ്റമിൻ ഡി, B12, അയൺ എന്നിവയുടെ കുറവ് ഉണ്ടെങ്കിൽ അത് ഈ മൾട്ടി വിറ്റമിൻസ് എടുക്കുന്നതിലൂടെ നികത്താവുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും ഡോക്ടറുടെ ഒരു ഉപദേശമില്ലാതെ അവ കഴിക്കുന്നത് വളരെ ജാഗ്രത പുലർത്തേണ്ടതാണ്. കാരണം അമിതമായി മൾട്ടി വൈറ്റമിൻസ് എടുക്കുന്നത് ടോക്സിസിറ്റി വരുന്നതിന് കാരണമാകാം. എക്സാമ്പിൾ ആയിട്ട് വൈറ്റമിൻ എ, അതുപോലെ തന്നെ അയണിൻ്റെയോ എല്ലാം അമിത ഉപയോഗം കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതിന് കാരണമാകാറുണ്ട്. 3 പോഷകക്കുറവ് ഈ കഴിക്കുന്ന മൾട്ടി വൈറ്റമിൻസ് കൊണ്ട് നമുക്ക് പരിഹരിക്കാനാകുമോ എന്നുള്ളതാണ്. ആക്ച്വലി ഈ മൾട്ടി വൈറ്റമിൻസ് പോഷകക്കുറവിന് ഒരു സപ്ലിമെന്റ് ആയിട്ട് പ്രവർത്തിക്കും. പക്ഷേ അത് ഒരു ആരോഗ്യകരമായ ഭക്ഷണമല്ല. നിങ്ങൾക്ക് വേണ്ട പ്രധാന പോഷകങ്ങൾ സമ്പൂർണ്ണമായ ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് ലഭിക്കേണ്ടത്. അതായത് പഴങ്ങൾ, പച്ചക്കറികൾ, പ്രോട്ടീൻസ്, ഗ്രെയിൻസ് എന്നിവയിൽ നിന്നെല്ലാമാണ് നമുക്ക് വേണ്ട പോഷകാഹാരങ്ങൾ കൃത്യമായി ലഭിക്കുന്നത്. മൾട്ടി വിറ്റാമിൻസ് എന്ന് പറയുന്നത് ഒരു സപ്ലിമെന്റ് മാത്രമാണ്, അതൊരു പൂർണ്ണ ഭക്ഷണമല്ല. മൾട്ടി വൈറ്റമിൻസിൽ നോൺ വെജിറ്റേറിയൻ ഘടകങ്ങളുണ്ടോ എന്നുള്ളതാണ് 4ാമത്തെ കാര്യം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ആയിട്ടുള്ളവർ അല്ലെങ്കിൽ വീഗൺ ആയിട്ടുള്ളവർ മൾട്ടി വൈറ്റമിൻസ് എടുക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എക്സാമ്പിൾ, ചില മൾട്ടി വൈറ്റമിൻസ് ലൈക്ക് ഒമേഗ 3 പോലുള്ളവ ഫിഷ് ഓയിൽസിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അതിനാൽ നിങ്ങളുടെ വിശ്വാസത്തിനും ജീവിതശൈലിയും അനുസരിച്ച് ലേബലുകൾ പരിശോധിച്ച് വേണം മൾട്ടി വൈറ്റമിൻസുകൾ തിരഞ്ഞെടുക്കേണ്ടത്. 5th വൺ, മൾട്ടി വൈറ്റമിൻസ് എല്ലാ ദിവസവും കഴിക്കേണ്ടതുണ്ടോ? ആക്ച്വലി ഇത് നിങ്ങളുടെ ആരോഗ്യ ആവശ്യങ്ങൾക്കനുസരിച്ചിരിക്കും. ഡോക്ടർ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് മാത്രമാണ് മൾട്ടി വൈറ്റമിൻസ് എടുക്കാവുന്നതുള്ളൂ. ദിവസവും മൾട്ടി വൈറ്റമിൻസ് കഴിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ രക്തപരിശോധന കറക്റ്റായിട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ പോഷകങ്ങളുടെ കുറവുണ്ട് എന്നുള്ളതെല്ലാം നോക്കിയിട്ട് വേണം മൾട്ടി വൈറ്റമിൻസ് നിങ്ങൾ വൺസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ഇതൊക്കെയാണ് മൾട്ടി വൈറ്റമിൻസുകൾ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 5 പ്രധാന കാര്യങ്ങൾ. വെളിത്ത് ഹോമിയോപ്പതി, on a mission to cure.